ഇവിടെ ജാതി വ്യവസ്ഥകളെ പടിയിറക്കുന്നതിൽ ചാവറപ്പിതാവിനോളം വലിയ സംഭാവന നൽകിയത് ആരാണുള്ളത്? ഈ അവസ്ഥ കണ്ട് ദുഃഖിതനായ ആ മനുഷ്യൻ ചിന്തിച്ച് ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? അതിന് അദ്ദേഹം കൊണ്ടുവന്നൊരു ആശയമാണ് സ്കൂൾ യൂണിഫോം. പള്ളിക്കൂടത്തിൽ വരുന്ന പിള്ളേരെ കണ്ടാൽ ഇവൻ ഏത് മതമാണ്, ഏത് ജാതിയാണ് എന്നാർക്കും തിരിച്ചറിയാൻ മേലാതെ വന്നു. ഉച്ചക്കഞ്ഞി എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് നടപ്പാക്കിയത് 2000-അടുത്താണ്. ചാവറപ്പിതാവ് അതിനും 150 കൊല്ലം മുമ്പ് തുടങ്ങി. ഈ മിഷണറിമാരുടെ പള്ളിക്കൂടങ്ങളിൽ പഠിച്ച മനുഷ്യരാണ് ഈ ജാതി വ്യവസ്ഥയെ പടിയിറക്കിയത്. പക്ഷേ സഭയെ ഒരുതരം വികസന വിരോധികളും സമൂഹ മധ്യത്തിലെ അപകീർത്തിയുടെ വിഷയങ്ങളുമായി വൈദികരെയും സന്യസ്തരെയും ചിത്രീകരിക്കാൻ ആളുകൾ മത്സരിക്കുന്നൊരു കാലത്ത് വൈദികരുടെ നന്മയെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ ആവശ്യമുണ്ട്. പിതാവേ, ഇന്ന് കേരളത്തിലെ പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായ നവോത്ഥാന നായകർ അവർ ചരിത്രത്തിൽ നിന്ന് നിഷ്കാസിതരാകുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ക്രൈസ്തവർ ചരിത്രം രചിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ ഈ ചരിത്രം സൃഷ്ടിക്കുമ്പോൾ തന്നെ നമ്മൾ ചരിത്രത്തിൻ്റെ രചന നടത്താൻ മറന്നു പോകുന്നവരുമാണ്. ആ ചരിത്ര രചിക്കുവാനുള്ള നമ്മുടെ മറവിയോ അല്ലെങ്കിൽ അത്തരം ബോധപൂർവമായ പരിശ്രമങ്ങളുടെ കുറവോ അല്ലേ യഥാർത്ഥത്തിൽ ഇത്തരം വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്? അതെ, അത് പൂർണ്ണമായും ശരിയായൊരു നിരീക്ഷണമാണ്. കാരണം നമ്മൾ നന്മ ചെയ്യാനേ കർത്താവ് നമ്മളെ പഠിപ്പിച്ചുള്ളൂ. ചെയ്ത നന്മകൾ രേഖപ്പെടുത്തി വയ്ക്കാനും നമ്മൾ എത്രയോ വലിയവരായിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാനും ഈശോ നമ്മളെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധ വെച്ചിരുന്നു. പക്ഷെ അടുത്ത കാലത്ത് ഒരാൾ ചോദിച്ചതുപോലെ ഈ വലത്ത് കൈ ചെയ്യുന്നത് ഇടത്ത് കൈ അറിയണ്ടേ, വലത്ത് കൈയെങ്കിലും അറിയണ്ടേ എന്നുള്ള ഒരു തോന്നൽ. അതായത് സഭ ചെയ്യുന്ന നന്മകളൊക്കെയും അവഗണിക്കപ്പെടുകയും തമസ്കരിക്കപ്പെടുകയും ചെയ്യും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് സാംസ്കാരിക നായകന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ചാവറപ്പിതാവിനെ പടിയിറക്കിയത് എന്ന് നമുക്കറിയാം. ഇവിടെ ജാതി വ്യവസ്ഥകളെ പടിയിറക്കുന്നതിൽ ചാവറപ്പിതാവിനോളം വലിയ സംഭാവന നൽകിയത് ആരാണുള്ളത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. കാരണം അദ്ദേഹം ചെയ്ത 2 ചെറിയ കാര്യങ്ങൾ അതെന്തൊരു വലിയ വിപ്ലവമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. അദ്ദേഹം പള്ളിക്കൂടങ്ങൾ തുടങ്ങുമ്പോൾ പള്ളിക്കൂടത്തിൽ വരുന്നവരെല്ലാവരും ഓരോ വേഷം കെട്ടി വരും. ബ്രാഹ്മണന്മാർ പൂണൂലിട്ട് വരുന്നു, ക്ഷത്രിയന്മാർ സ്വർണത്തിൻ്റെ കസവും കൊണ്ട് ധരിച്ചു വരുന്നു, വൈശ്യര് തോർത്തെടുത്ത് വരുന്നു, ശൂദ്രന്മാർ വാലുള്ള കോണാൻ ധരിച്ചു വരുന്നു. ഇതാണ് പള്ളിക്കൂടത്തിലുണ്ടായിരുന്ന അവസ്ഥ. ഈ അവസ്ഥ കണ്ട് ദുഃഖിതനായ ആ മനുഷ്യൻ ചിന്തിച്ച് ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? അതിന് അദ്ദേഹം കൊണ്ടുവന്നൊരു ആശയമാണ് സ്കൂൾ യൂണിഫോം. ഒരു സ്കൂളിൽ വരുന്ന എല്ലാവർക്കും ഒരേ യൂണിഫോം എന്നുള്ള ആശയം കൊണ്ട് അങ്ങനെ കൊണ്ടുവന്നപ്പോഴുണ്ടായത് വലിയൊരു വിപ്ലവമാണ്. പള്ളിക്കൂടത്തിൽ വരുന്ന പിള്ളേരെ കണ്ടാൽ ഇവൻ ഏത് മതമാണ്, ഏത് ജാതിയാണ് എന്നാർക്കും തിരിച്ചറിയാൻ മേലാതെ വന്നു. ശരിക്കും ഒരേ ബെഞ്ചേൽ സർവ്വജാതിക്കാരെയും നിരത്തിയിരുത്തി അവനെ കണ്ടാൽ ഏത് ജാതി എന്ന് തിരിച്ചറിയാൻ മേലാത്ത സാമൂഹിക ബോധം രൂപപ്പെടുത്തിയ ചാവറപ്പിതാവാണ് കേരളത്തിൻ്റെ ശരിയായ നവോത്ഥാന നായകൻ എന്ന സത്യം ആരെല്ലാം തമസ്കരിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ തീണ്ടലും തൊടിയിലും വരുന്ന കാലത്ത് ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്നു. ഭക്ഷണം തീണ്ടാപ്പാട് അകലെയിരുന്ന് സവർണർ കഴിക്കുന്നു. ചാവറപ്പിതാവ് അതിനെ അതിജീവിക്കാൻ 1850-കളിൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എല്ലാ സ്കൂളിലും അദ്ദേഹം കൽപ്പന കൊടുത്ത് ആരും ഭക്ഷണം കൊണ്ടുവരുന്നു, സ്കൂളിൽ കഞ്ഞി തരും. ഉച്ചക്കഞ്ഞി എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് നടപ്പാക്കിയത് 2000-അടുത്താണ്. ചാവറപ്പിതാവ് അതിനും 150 കൊല്ലം മുമ്പ് തുടങ്ങിയത്. ഒരു സ്കൂളിൽ എല്ലാവർക്കും ഒരേ പാത്രത്തിൽ കഞ്ഞി വെച്ച് കറി വെച്ച് അത് ഒരേ പന്തിയിൽ നിരത്തിയിരുത്തി വിളമ്പിക്കൊടുത്തു.
ഇന്നലെ സവർണ കൊച്ച് കഴിച്ച പാത്രത്തിൽ ഇന്ന് വേറൊരു ജാതിക്കാരനായിരിക്കും കഴിക്കും. പ്ലേറ്റുകൾ തമ്മിൽ പോലും ആർക്കും സ്വന്തമായി പ്ലേറ്റ് പോലും പാടില്ല എന്ന് അദ്ദേഹം നിബന്ധന ഉണ്ടാക്കി. ഫലത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ മിഷണറിമാരുടെ പള്ളിക്കൂടങ്ങളിൽ പഠിച്ച മനുഷ്യരാണ് ഈ ജാതി വ്യവസ്ഥയെ പടിയിറക്കി വിട്ടത്. അത്രയും വലിയ ദീർഘവീക്ഷണത്തോടെ ഒരു സംഭാവന നൽകാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായ വസ്തുതയാണ്. ഈ ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ സംഭാവനകൾ ഒന്നും നമ്മൾ ചെറുതായി കാണുന്നില്ല. അവരൊക്കെയും വലിയ സാംസ്കാരിക നായകന്മാർ തന്നെയാണ്. പക്ഷേ അവരെ പോലും സൃഷ്ടിച്ചെടുത്ത ഒരു സാമൂഹിക പരിതോവസ്ഥ ഇവിടെ രൂപപ്പെടുത്തിയത് ചാവറപ്പിതാവിൻ്റെ ദീർഘവീക്ഷണമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നമ്മുടെ അതിരൂപതയുടെ മാത്രം കാര്യമെടുത്താൽ ഇന്ന് അതിരൂപതയുടെ മലയോരങ്ങളിലുള്ള റോഡുകളും പാലങ്ങളും ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടക്കമുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും അവിടുത്തെ ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ ആ പ്രദേശത്തുള്ള അൽമായരുടെ വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും മുദ്രണം ചെയ്ത വികസന ഫലകങ്ങളാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്ക് ഞായറാഴ്ചകളിൽ നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോലും ആ കാരണവന്മാരെക്കുറിച്ചോ ആ പുരോഹിത ശ്രേഷ്ഠന്മാരെക്കുറിച്ചോ പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നതല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ മക്കളിൽ സാമുദായിക ബോധം കുറഞ്ഞു വരുവാനുള്ള ഒരു പ്രധാന കാരണം? ശരിയാണത്. കാരണം നമ്മുടെ ഇടയിലെ സാമുദായിക ബോധം കുറഞ്ഞിട്ടുണ്ട് എന്ന് ചിലപ്പോൾ ഇല്ല എന്ന് തന്നെ പറയുന്നത് വളരെ വസ്തുതയാണ്. കാരണം നമ്മൾ മനുഷ്യരെ പഠിപ്പിച്ചത് മനുഷ്യത്വത്തിൻ്റെ വക്താക്കളാകാനാണ്. ഒരു സമുദായത്തിൻ്റെ വക്താക്കളാകാൻ നമ്മൾ ആരെയും പഠിപ്പിച്ചിട്ടില്ല, പരിശീലിപ്പിച്ചിട്ടില്ല. എല്ലാവരെയും നമ്മൾ പള്ളിക്കൂടം തുടങ്ങി അവിടെ എല്ലാവർക്കും വരാം. നമ്മൾ എന്ത് പരിപാടി നടത്തിയാലും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും കടന്നു വരാം. കേരളത്തിൻ്റെ മന്ത്രിയായിരുന്ന ഒരു വ്യക്തി, പേര് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നു, അവരെന്നോട് പറഞ്ഞു, എനിക്ക് ഈ ക്രിസ്ത്യൻ പള്ളികളോടുള്ള ഇഷ്ടമെന്ന് പറയുന്നത് അവൻ്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കും, ആർക്ക് വേണമെങ്കിലും ഏത് നേരത്തും അവിടെ കയറി ചെല്ലാൻ അനുവാദമുണ്ട്. ഈ ഒരു തുറവിയാണ് വാസ്തവത്തിൽ സഭ ലോകത്തിന് ചെയ്ത സംഭാവന എന്ന് പറയുന്നത്. ആ ഒരു തുറവിയുടെ ലോകത്തേക്ക് മനുഷ്യരെ കൈപിടിച്ചുയർത്താനാണ് നമ്മൾ ശ്രമിച്ചത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ നാം ഒരിക്കലും നമ്മുടെ മഹത്വങ്ങൾ പ്രഘോഷിക്കാനോ രേഖപ്പെടുത്താനോ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് വസ്തുതയാണ്. മലയോരത്ത് ഈ പറഞ്ഞ എല്ലാ വലിയ സംഭാവനകളും സഭയുടെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഇന്ന് അവർ വെട്ടിയ റോഡൊക്കെ പുതുതായിട്ട് ടാർ ചെയ്തിട്ട് ഭരിക്കുന്ന ഭരണകക്ഷികൾ ഞങ്ങളുടെ വലിയ നേട്ടങ്ങളായി അത് ആഘോഷിക്കുമ്പോൾ നമുക്ക് പരാതിയൊന്നുമില്ല. അവർ ടാർ ചെയ്തല്ലോ, എന്താ സന്തോഷമേ നമുക്കതിനെക്കുറിച്ചുള്ളൂ എന്നുള്ളത് സത്യം. പക്ഷേ ഈ സഭയെ ഒരുതരം വികസന വിരോധികളും സമൂഹ മധ്യത്തിലെ അപകീർത്തിയുടെ വിഷയങ്ങളുമായി വൈദികരെയും സന്യസ്തരെയും ചിത്രീകരിക്കാൻ ആളുകൾ മത്സരിക്കുന്നൊരു കാലത്ത് വൈദികരുടെ നന്മയെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ ആവശ്യമുണ്ട് എന്ന് നാം ഗൗരവമായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് തീർച്ചയായും നിങ്ങളെപ്പോലെയുള്ള അൽമായ നേതാക്കളാണ് ഇത്തരം കാര്യങ്ങളിൽ. ഞങ്ങൾ വൈദികർ തന്നെ ഞങ്ങൾ അത് ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമില്ല. ശരിക്കും നമ്മുടെ അൽമായ നേതാക്കൾ മുന്നോട്ട് വന്ന് നമ്മുടെ കഴിഞ്ഞ തലമുറ ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത അശ്രാന്ത പരിശ്രമങ്ങളെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്താൻ സമയമായി എന്നുള്ളതാണ് സത്യം. തീർച്ചയായും പിതാവ് പറഞ്ഞത് ഇത് വിശ്വാസികളുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആരൊക്കെ തമസ്കരിച്ചാലും നാം ഒറ്റക്കെട്ടായി നമ്മുടെ നന്മകൾ പ്രഘോഷിക്കുകയാണെങ്കിൽ തീർച്ചയായും സാമുദായിക ബോധമുള്ള സഭാസ്നേഹമുള്ള ഒരു തലമുറ ഇവിടെ വളർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രിയപ്പെട്ട പിതാവേ, ശരിക്കും പറഞ്ഞ ലോകം കോവിഡിന് മുൻപും കോവിഡിന് ശേഷവും എന്ന രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, കോവിഡ് കാലത്ത് യഥാർത്ഥത്തിൽ വീടുകൾ ദേവാലയങ്ങളായി മാറ്റപ്പെട്ടു. കോവിഡിന് ശേഷവും ഇപ്പോഴും ഒരു ചെറിയ ന്യൂനപക്ഷമെങ്കിലും ഈ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള
ശുശ്രൂഷകൾ തന്നെയാണ് തുടരുന്നത്. ഈ ഒരു അജപാലന രംഗത്തെ ഈ ഒരു പ്രതിസന്ധി നമുക്ക് എങ്ങനെയാണ് മറികടക്കാൻ കഴിയും? യെസ്, കോവിഡിന് ശേഷം ഉള്ളത് വ്യത്യസ്തമായൊരു ലോകമായിരിക്കും എന്നുള്ളത് എല്ലാവരും വിലയിരുത്തിയ സത്യമാണ്. കാരണം കോവിഡ് മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളിൽ, ജീവിത ശൈലികളിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുവരെയും അത്രമേൽ അത്യാവശ്യമുള്ളത് എന്ന് കരുതിയ പലതും ഇത്ര അത്യാവശ്യമില്ല, ഇതിലേലും ജീവിക്കാം എന്ന് മനുഷ്യനൊരു തോന്നൽ ഉണ്ടായി തുടങ്ങി എന്നുള്ളത് വസ്തുത. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആശയവിനിമയ മാധ്യമങ്ങളും അതിൻ്റെ സാങ്കേതിക വിദ്യകളും വളരെയേറെ വികസിച്ചു എന്നുള്ളതാണ് സത്യം. പണ്ട് നമുക്കൊരു വീഡിയോ കോൺഫറൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഡംബരമാണ്. ഇന്ന് പക്ഷേ അതൊരു നിത്യജീവിതത്തിൻ്റെ സർവ്വസാധാരണ ഭാഗമായി മാറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നു. അതുകൊണ്ട് കോവിഡ് ലോകത്തെ വളരെയേറെ മാറി ചിന്തിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ അതിൻ്റെ അധികാര ശ്രേണികൾ, ആധ്യാത്മികതയിലാണെങ്കിൽ ആത്മീയതയുടെ അനുഷ്ഠാനബദ്ധമായ ആധ്യാത്മികതയുടെ പ്രസക്തിയെ ചോദ്യം ചെയ്യുന്ന ശൈലികൾ രൂപം കൊണ്ടു എന്നുള്ളത് സത്യമാണ്. കാരണം പള്ളിയിലേക്ക് ആരും വരരുതേ എന്നും പറഞ്ഞായിരുന്നു ഇതുവരെയും നമ്മൾ മെസ്സേജുകൾ വിട്ടിരുന്നത്. ഇനി വന്നാൽ 20 പേരിൽ കൂടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇനി തൊട്ട് എല്ലാവരും പോരും എന്ന് പറയുമ്പോൾ ഇതുവരെയും തടസ്സമല്ലാതെ ഇനി അതില്ലാത്തപ്പോഴും ഞങ്ങൾ ജീവിച്ചല്ലോ എന്ന് ചിന്തിക്കുന്ന, അതല്ലെങ്കിൽ ഈ ടെലിവിഷനിലൂടെയുള്ള അല്ലെങ്കിൽ മൊബൈലിലൂടെയുള്ള വിശുദ്ധ കുർബാന മതി എന്ന് നമ്മൾ ആളുകളെ പ്രചോദിപ്പിച്ച ഒരു കാലമുണ്ടായി. കുമ്പസാരം എന്ന കൂദാശ നേരിട്ട് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, അല്ല കോവിഡ് കാലത്ത് അതിന് സാഹചര്യം ഇല്ലാത്തവർ ദൈവത്തോട് നേരിട്ട് ഏറ്റുപറഞ്ഞ് പാപമോചനം നേടാമെന്നും, എന്നാൽ ഏറ്റവും അടുത്ത അവസരം വരുമ്പോൾ ആ പാപം വൈദികൻ്റെ പക്കൽ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചാൽ മതി എന്നും പറഞ്ഞ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേക അനുവാദങ്ങളൊക്കെ നൽകിയിരുന്നു. മാർപ്പാപ്പ കുമ്പസാരത്തിനെ സാധുവാകുന്നതിന് പറഞ്ഞൊരു വ്യവസ്ഥ ഈ കോവിഡിൻ്റെ പ്രശ്നം മാറുമ്പോൾ ഇത് നേരിട്ടൊരു വൈദികൻ്റെ പക്കൽ ഏറ്റുപറഞ്ഞ് അന്നേരം പാപമോചനം നേടണം എന്ന വ്യവസ്ഥയിലാണ് ഇന്ന് പാപമോചനത്തിൻ്റെ അല്ലെങ്കിൽ കുമ്പസാരത്തിൻ്റെ പ്രസക്തി മാർപ്പാപ്പ ചൂണ്ടിക്കാണിച്ചത്. നേരിട്ട് ദൈവത്തോട് പറഞ്ഞുകൊണ്ടുള്ളൂ. അത് ഇന്ന് മനുഷ്യൻ ദുർവ്യാഖ്യാനം ചെയ്യണം. നേരിട്ട് ദൈവത്തോട്, കോവിഡ് കാലത്ത് നേരിട്ട് ദൈവത്തോട് പറഞ്ഞാൽ കേൾക്കുമെങ്കിൽ ഇപ്പോൾ ദൈവത്തിന് കേൾക്കുകയല്ലേ എന്ന ഒരു തോന്നലിലേക്കും ചിന്തയിലേക്കും മനുഷ്യൻ വളരാൻ തുടങ്ങി എന്നുള്ള സത്യമാണ്. അതായത് കൗദാശിക ജീവിതത്തിൽ നിന്ന് മനുഷ്യൻ പയ്യെ കുറെയെങ്കിലും അകന്നു തുടങ്ങി എന്നുള്ളത് കോവിഡ് തീർത്ത ഒരു അജപാലന പ്രതിസന്ധിയാണ്. അതായത് പണ്ട് പള്ളിയിൽ വന്നിരുന്നവരിൽ ഒരു 10-15% പേര് ഇനിയും പള്ളിയിലേക്ക് സ്ഥിരമായി വരാനുണ്ട് എന്നുള്ളത് ഈ രൂപതയുടെയൊക്കെ പശ്ചാത്തലം, അതിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. പ്രത്യേകിച്ച് യൗവനത്തിൻ്റെ കാലഘട്ടത്തിലുള്ള തലമുറ ദേവാലയത്തിലേക്ക് കൂടുതൽ ഇനിയും കോവിഡാനന്തര കാലത്ത് അടുക്കാനുണ്ട് എന്നുള്ളത് സത്യം. അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ അജപാലന പ്രവർത്തനം എന്ന് പറയുമ്പോൾ പള്ളിയിൽ വരുന്ന കാര്യം മാത്രമല്ല, കോവിഡ് മനുഷ്യനെ ഏൽപ്പിച്ച ഒരുപാട് മുറിവുകളും ക്ഷതങ്ങളും അവയെ അതിജീവിക്കാൻ അവരെ പര്യാപ്തരാക്കുന്നത് സഭയുടെ അജപാലന പ്രവർത്തനമാണ്. അതായത് പല കുടുംബങ്ങളിലും വളരെ ആകസ്മികമായി അവിചാരിതമായി പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ദുരന്ത മുറിവുകൾ പേറുന്നവരുണ്ട് മനസ്സിൽ. അവരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? അതുപോലെ തന്നെ ഉള്ള ജോലിയൊക്കെയും നഷ്ടപ്പെട്ടു പോയി സാമ്പത്തികമായി സമ്പൂർണമായി തകർന്നു പോയ വ്യക്തികളുണ്ട്. അവരെ നമുക്ക് എങ്ങനെ കൈപിടിച്ച് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ മനുഷ്യനെ ഭയപ്പെടുന്ന ഒരു കാലമായിരുന്നു കോവിഡ് കാലം. ഒരാൾ അടുത്ത് വന്നിട്ടുണ്ട് എങ്കിൽ ഈ കോവിഡ് പിടിക്കുമോ എന്നുള്ള പേടിയാണ്. ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ നമുക്ക് ഭയങ്കര മടിയെന്നല്ല,
അങ്ങനെ ആരെങ്കിലും കൈ നീട്ടിയാൽ അവനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് അറിവുള്ള വസ്തുത. അങ്ങനെ മനുഷ്യൻ്റെ സ്വാഭാവികമായ സമ്പർക്കങ്ങളും ഇടപെടലുകളും അതുപോലെ സാമീപ്യങ്ങളും ഒക്കെയും വെറുക്കപ്പെട്ടൊരു കാലത്ത് മനുഷ്യൻ കുറേ കൂടി തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞു പോയി എന്നുള്ളത് കോവിഡ് തീർത്ത ഒരു വലിയ ദുരന്തമാണ്. മനുഷ്യൻ ഈ മൊബൈൽ എന്ന ചെറിയ സ്ക്രീനിലേക്ക് അവൻ്റെ ലോകത്തെ കൂടുതൽ ചുരുക്കാൻ ഈ കോവിഡ് നിമിത്തമായി. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു പിള്ളേർക്ക് വരെയും മൊബൈലിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ അനന്ത സാധ്യതകളിലേക്ക് വാതായനം തുറന്നു കിട്ടിയ കാലമാണ് കോവിഡിൻ്റെ കാലം. ആ കാലഘട്ടം അവരിൽ വരുത്തിയ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പ്രായത്തിന് മുൻപേ പല കാര്യങ്ങളിലേക്കും അവരുടെ മനസ്സ് തുറക്കപ്പെട്ടപ്പോൾ അവരനുഭവിക്കുന്ന ചില ആന്തരിക സമ്മർദ്ദങ്ങളും അവയൊക്കെയും അതിജീവിക്കാൻ നമ്മുടെ ഇളം തലമുറയെ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ഈ കോവിഡാനന്തര അജപാലനത്തിന് ഒരു സമഗ്രമായ പദ്ധതിയാണ് ആവശ്യം. പള്ളിയിലേക്ക് എല്ലാവരും വന്നു കഴിഞ്ഞാൽ കോവിഡാനന്തരം എല്ലാം പഴയതുപോലെയായി എന്ന് പറ്റില്ല എന്നാണ് ഞാൻ വിലയിരുത്തുക. മറിച്ച് അവൻ്റെ സാമൂഹിക, സാമ്പത്തിക, ധാർമ്മിക ഇടപെടലുകളുടെ എല്ലാ മേഖലകളെയും അജപാലനത്തിലൂടെ അനുയാത്ര ചെയ്യാൻ കഴിയുമ്പോഴാണ് കോവിഡാനന്തര അജപാലനം ശരിയായ ദിശയിലെത്തും. അതായത് ഇതൊക്കെയാണെങ്കിലും കോവിഡിന് ശേഷം വിശ്വാസികൾ വിശുദ്ധ കുർബാനയിലേക്ക് വളരെ ആവേശത്തോടെയാണ് പങ്കെടുക്കുന്നത്. കാരണം എല്ലാ പള്ളികളിലും ഇപ്പോഴും 6, 5, 7 ഒക്കെ കുർബാനകൾ എന്ന രീതിയിൽ കുർബാനകളുടെ എണ്ണം എല്ലാ പള്ളികളിലും വർദ്ധിച്ചു. അതിൻ്റെ അർത്ഥം വിശ്വാസികൾ വളരെ ആവേശത്തോടെയാണ് ഇന്ന് വിശുദ്ധ കുർബാനയിലെ പങ്കാളികളാകുന്നത്. പക്ഷേ പിതാവേ, ദൗർഭാഗ്യം എന്ന് പറയട്ടെ, സീറോ മലബാർ സഭയിൽ ഈ വിശുദ്ധ കുർബാനയെ കേന്ദ്രീകൃതമായി ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ ഈ അൽമായരുടെ ഈ ആത്മീയ ജീവിതത്തിൻ്റെ ചൈതന്യത്തെ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായിട്ടില്ല. ഈ കാലഘട്ടത്തിൽ വളരെ ശ്രമകരമായ ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം പറയുകയും വളരെ ശ്രമകരമാണെന്ന് എനിക്കറിയാം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായിൽ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന്. ആരാധനാക്രമത്തിൻ്റെ അരൂപി എന്ന പേരിൽ അത് മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിൽ മാർപ്പാപ്പ പറയുന്ന ഒരു സത്യമുണ്ട്. അൾത്താരയിലെ ഐക്യമാണ് വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ ഐക്യം എന്നുള്ളത്. അൾത്താരയിലെ ഐക്യം നമുക്ക് എവിടെയൊക്കെ കുറഞ്ഞു പോകുന്നു അവിടെയൊക്കെയും ഭിന്നതകളും മാത്സര്യങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ സീറോ മലബാർ സഭയിൽ മറ്റേതൊരു കാലഘട്ടത്തെക്കാളും കൂടുതൽ ഐക്യം സംഭവിച്ച ഒരു കാലമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് വസ്തുതയാണ്. കാരണം പണ്ട് ഓരോ രൂപതകളിലും ഓരോ രീതിയിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നു. ഇന്ന് ഒരു രൂപത ഒഴികെ ബാക്കി എല്ലായിടത്തും തന്നെ സാമാന്യേന ഒരേ രീതിയിൽ കുർബാന ചൊല്ലുന്നു എന്നുള്ളത് ഒരു ഐക്യത്തിൻ്റെ ഒരു ആദ്യ ചുവടുവയ്പ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അത് കുറേ കൂടി ഹൃദയം കൊണ്ട് സ്നേഹിച്ച് ആ ഒരു തീരുമാനത്തിൻ്റെ ഒപ്പം നിൽക്കാൻ എല്ലാവർക്കും കഴിയുന്നില്ല എന്നുള്ളത് ദുഃഖകരമാണ്. അതിലേക്ക് ഒരുമിച്ച് നടക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ഇടപെടലുകളിലൂടെ സഭയിൽ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ പിതാവിനെ അവഗണിക്കാൻ ഒരു വിശ്വാസിക്കും സാധിക്കില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പരിശുദ്ധ പിതാവിൻ്റെ മനസ്സ് അറിഞ്ഞുകൊണ്ട് ആ പിതാവിൻ്റെ സ്നേഹപൂർണമായ ശാസന ഉൾക്കൊണ്ടുകൊണ്ട് കൂട്ടായ്മയിലേക്ക് എല്ലാവരും വരുന്ന അൾത്താരയിൽ നാം ഒരുമിക്കുന്ന കാലം വിദൂരമല്ല എന്നാണ് ഈ വിഷയത്തിൽ എൻ്റെ ശുഭാപ്തി വിശ്വാസം. പിതാവേ, അങ്ങ് സഹായപത്രനായി ഇവിടെ തലശ്ശേരി അതിരൂപതയിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അങ്ങ് യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു ബിഷപ്പായിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ പ്രയാസങ്ങളും തലശ്ശേരി അതിരൂപതയിലെ വിശ്വാസികളുടെ പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ തൊട്ടറിഞ്ഞ ഒരു പിതാവാണ്. അങ്ങ് തന്നെ തലശ്ശേരി അതിരൂപതയിലെ ആർച്ച് ബിഷപ്പായി ദൈവത്താൽ പരമേൽപ്പിക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ ഈ അതിരൂപതയെക്കുറിച്ചുള്ള അങ്ങയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒന്ന് ഞങ്ങളോട് പങ്കുവയ്ക്കാൻ കഴിയും.
ഈ അതിരൂപതയെക്കുറിച്ച് എനിക്കുള്ള സ്വപ്നം എന്ന് പറയുന്നത് ഇത് കർത്താവിൻ്റെ സ്വന്തം അജഗണമായി തീരണം എന്നുള്ളതാണ്. ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടണം. ദൈവരാജ്യത്തിന് വിരുദ്ധമായതെല്ലാം ഇവിടെ നിന്ന് നീക്കം ചെയ്യും. എല്ലാ സാമൂഹിക തിന്മകളും ദൈവരാജ്യ വിരുദ്ധമാണ്. മദ്യപാനം, മയക്കുമരുന്ന്, ഇവിടുത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇവിടുത്തെ അസമാധാനം തീർക്കുന്ന എല്ലാ പ്രവണതകളും, വർഗീയ ധ്രുവീകരണങ്ങൾ, ഇവയൊക്കെയും ദൈവരാജ്യത്തിന് വിരുദ്ധമാണ്. എല്ലാ മനുഷ്യരും ദൈവപിതാവിൻ്റെ മക്കളാണ് എന്ന്, അതിനാൽ തന്നെ എല്ലാവരും സഹോദരീ സഹോദരന്മാരാണ് എന്ന വിചാരത്തോടെ ജീവിക്കുന്ന അനുഭവത്തെയാണ് ദൈവരാജ്യം എന്ന് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്രകാരമുള്ള ഒരു സ്വപ്നമാണ് തിരുസഭയിലെ എല്ലാ ഇടയന്മാർക്കും ഉണ്ടാകേണ്ടത് എന്ന് സഭ കരുതുന്നു. തീർച്ചയായും എൻ്റെ പ്രഥമ സ്വപ്നം ആ ഒരു ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കിയുള്ള സ്വപ്നമാണ്. രണ്ടാമതായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ബഹുഭൂരിപക്ഷം കർഷക ജനതയാണ് ഈ അതിരൂപതയിലുള്ളത്. ഈ കർഷക ജനതയുടെ ദുഃഖങ്ങൾക്ക് ഒരു പരിധി വരെയെങ്കിലും അറുതി വരുത്താൻ, ഏതറ്റം വരെയും പോകാൻ ആ ജനതയോടൊപ്പം ജീവിക്കണം, അവരുടെ സങ്കടങ്ങളിൽ അവരോടൊത്തായിരിക്കണം എന്നുള്ള ആഗ്രഹവും നിർബന്ധ ബുദ്ധിയും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ യുവജനങ്ങൾ, അവരാണ് ഈ ഭാവിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ. അവർ സഭയോട് ചേർന്ന് ജീവിക്കുന്നു എന്നുറപ്പുവരുത്താൻ, അവരുടെ ധാർമ്മിക വഴികൾ സുവിശേഷാനുസൃതമാണ് എന്നുറപ്പുവരുത്താൻ, യുവജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു രൂപതയായി ഈ രൂപതയെ മാറ്റാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വൈദികരോടും സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ പള്ളി മേടകളിലും അതുപോലെ തന്നെ പള്ളി പരിസരങ്ങളിലും നമുക്ക് യുവജനങ്ങൾക്ക് കളിക്കാനുള്ള ഷട്ടിൽ കോർട്ടുകൾ, വോളിബോൾ കോർട്ടുകൾ, ഇൻഡോർ സംവിധാനങ്ങൾ ഒക്കെയും ക്രമീകരിച്ച് യുവജനങ്ങൾ സഭയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നു. അങ്ങനെ കളിക്കാൻ വേണ്ടി പള്ളിയിൽ വരുന്നവൻ സാവകാശം പ്രാർത്ഥിക്കാനും പള്ളിയിൽ വരുന്ന സാഹചര്യം, പള്ളി അവൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരം കൊടുക്കുന്ന ഒരു അഭയകേന്ദ്രമായി യുവജനങ്ങൾക്ക് അനുഭവപ്പെടണമെങ്കിൽ അവരുടെ ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും നിറവേറ്റപ്പെടണം എന്നുള്ളതാണ് സത്യം. അപ്രകാരം യുവജനങ്ങളെ ചേർത്ത് നിർത്തുക, അതുപോലെ നമ്മുടെ വളരുന്ന തലമുറയിലെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കാൻ നടക്കുന്ന സംഘടിതമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അവിടെ നിതാന്ത ജാഗ്രത പുലർത്താൻ സമുദായത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. സഭയുടെ ശബ്ദമായ അഭിവന്ദ്യ പാമ്പ്ളാനി പിതാവ് ഇതുവരെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുകയായിരുന്നു. സഭ നേരിടുന്ന മറ്റനേകം വിഷയങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ അഭിവന്ദ്യ പാമ്പ്ളാനി പിതാവ് നമ്മോട് സംസാരിക്കും. അതുവരെ നിങ്ങൾക്കേവർക്കും വിട. നന്ദി.